കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള ദൗത്യം 12ാം ദിനത്തിൽ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് വെല്ലുവിളിയായി തുടരുകയാണ്. ശക്തമായ അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർക്ക് ഗംഗാവാലി നദിയിൽ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ നദിയിൽ ഇറക്കിക്കൊണ്ടുള്ള തെരച്ചിൽ ആണ് ആലോചിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഷിരൂരിൽ നിന്ന് എസ് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, 11 ദിവസം നീണ്ട ദൗത്യം. അർജുൻ എവിടെ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. കാലാവസ്ഥ പ്രതികൂലമെങ്കിൽ ഇന്നും കാര്യമായ പുരോഗതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, കാര്യമായൊരു പുരോഗതി ഈ അവസ്ഥയിലാണെങ്കിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇവിടെ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിനെ കാര്യമായി ബാധിക്കും. ഇന്നലെ ഈ പുഴയിൽ ഇറങ്ങിയുള്ള ഗംഗാവാലി പുഴയിലുള്ള രക്ഷാപ്രവർത്തനം ഒഴിവാക്കാനുള്ള കാരണം തന്നെ ഇതാണ്. കാരണം ഇതിൽ ഈ വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ, ഡൈവിംഗ് ചെയ്യണമെങ്കിൽ ഏകദേശം 3 നോട്ട്സായി വെള്ളം ഒഴുക്ക് കുറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ 6 മുതൽ 8 നോട്ട്സ് വരെ വെള്ളത്തിൽ ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങിയുള്ള ഒരു രക്ഷാപ്രവർത്തനം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം വിജയം കാണും എന്നുള്ള കാര്യത്തിലും ഈ ജീവൻ രക്ഷാ സമിതിക്കും അതുപോലെ തന്നെ അധികൃതർക്കും ഉറപ്പില്ല. കാരണം ഈ പുഴയിൽ ഒഴുക്ക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജലനിരപ്പ് കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ശക്തമായ മഴ, ഇടവിട്ടുള്ള മഴയാണ് ഇവിടെ ഉള്ളത്. ഷിരൂരിൽ എങ്ങും മഴയാണ്. ഇന്നലെ രാത്രിയിലും വലിയ തോതിൽ മഴ പെയ്തിട്ടുണ്ട്. വനമേഖലയോട് ചേർന്ന അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ മഴ പെയ്യുന്നതുകൊണ്ട് ഗംഗാവാലി നദി ഇപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മറ്റുള്ള നദികളെല്ലാം, പല ചെറുകിട പുഴകളും മറ്റും ഇതിൽ ചേരുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ നീരൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ലോറി കണ്ടെത്തുക, ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുക എന്നുള്ളത്, പുറത്തെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്തായാലും അതിനുള്ളൊരു തീവ്ര ശ്രമം ആരംഭിക്കും. തൽക്കാലത്തേക്ക് ഇന്നലെ ഇത് നിർത്തിവെക്കാൻ, ഈ രക്ഷാപ്രവർത്തനം ലോറി പുറത്തെടുക്കുന്നത് നിർത്തിവെക്കാനായിരുന്നു തീരുമാനം. തുടർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ഹരിപ്രിയ, അതുപോലെ തന്നെ ഇവിടെ MLA ആയ സതീഷ് കൃഷ്ണ സെയിൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത് തുടങ്ങാൻ, അതായത് ഇന്നും ചങ്ങാടം കൊണ്ടുവന്നുള്ള ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് നീക്കം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഇത് എത്രത്തോളം ഫലം കാണും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അധികൃതർക്ക് ഉറപ്പില്ല. എന്തായാലും ഇനിയും ഈ മഴ തുടരുകയാണെങ്കിൽ ഈ കുന്നിടിയാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും രക്ഷാപ്രവർത്തനം നടക്കുക. ഒപ്പം തന്നെ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. ഇനിയും വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വിജയം കാണും, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇതുമായി മുന്നോട്ട് പുരോഗതി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. എന്തായാലും വെള്ളം, ഇതിൻ്റെ നീരൊഴുക്ക് കുറയേണ്ടതുണ്ട്. ഒരു 4 നോട്ട്സെങ്കിലുമായി കുറയേണ്ടതുണ്ട്. 3 നോട്ട്സിൻ്റെയും 4 നോട്ട്സിൻ്റെയും ഇടയിലാണെങ്കിൽ, 3.5 നോട്ട്സ് വരെയാണെങ്കിൽ ഇതിൽ ഇറങ്ങാം, ഡൈവിംഗ് നടത്താം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ മുങ്ങൽ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അതിൽ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കഴിയില്ല. പക്ഷേ ഇപ്പോഴുള്ളതാകട്ടെ 6നും 8നും ഇടയിൽ നോട്ട്സ് വെള്ളം, നീരൊഴുക്ക് കണക്കാക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങൽ അസാധ്യമാണ് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ദിനേഷ് സൂചിപ്പിക്കുന്ന പോലെ പുഴയിൽ ഇപ്പോഴും ശക്തമായ ഒഴുക്ക് തുടരുന്നു. അതോടൊപ്പം നമ്മൾ ആവർത്തിച്ചു പറയുന്നതാണ്, ടൺ കണക്കിന് മണ്ണ് ആണ് ആ പുഴയിലേക്ക് തെന്നിമാറി എത്തിയത്. അതുകൊണ്ട് തന്നെ കലങ്ങി ഒഴുകുന്ന തരത്തിൽ ആണ് പുഴ ഇപ്പോഴും ഉള്ളത്. ദിനേഷ്, ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ആ പരിസരവാസികൾക്കാണ് ഈ പുഴയുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. വിനേഷ്, വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും കുട ചൂടിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നതിൽ നിന്ന് തന്നെ അവിടുത്തെ മഴയുടെ സാഹചര്യം നമുക്കറിയാം. ന്യൂസ് 18 പിന്തുടരുന്ന പ്രേക്ഷകർക്കും വളരെ കൃത്യമായി ഇടവേളകളിൽ മഴ പെയ്യുന്നു. ആ മഴ പലപ്പോഴും അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അവിടെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. അപകടമുണ്ടായ 16-ാം തീയതിയും റെഡ് അലർട്ടായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിലുമെല്ലാം റെഡ് അലർട്ടായിരുന്നു. വിനേഷ്, ഇന്ന് പറയുന്നത് അവിടെ ഓറഞ്ച് അലർട്ട് എന്നതാണ്. ഈ പുഴയുടെ ഒഴുക്ക് കുറയണമെങ്കിൽ അവിടുത്തെ ജലനിരപ്പ് താഴേണ്ടതുണ്ട്, അല്ലെങ്കിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകേണ്ടതുണ്ട്. ഈ പുഴയുടെ സ്വഭാവം അനുസരിച്ച് ഈ പ്രദേശത്ത് മാത്രമാകണമെന്നില്ലല്ലോ. മറ്റു ചില മേഖലകളിൽ ഉൾപ്പെടെ മഴ പെയ്താൽ പോലും പുഴ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ
അതുവരെയും കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് എത്ര നാൾ എന്നതിലൊന്നും കൃത്യമായൊരു വ്യക്തതയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായും ഈ ഒരു കാത്തിരിപ്പ്, കാരണം എന്തായാലും അർജുനെ ജീവനോടെ ലഭിക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ആ ലോറിയിലെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ആകെയുള്ള ഈ രക്ഷാപ്രവർത്തകരുടെ ലക്ഷ്യവും. അത് ഉണ്ടെങ്കിൽ പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് എത്രത്തോളം നടക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം അർജുനകത്ത് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ 12 ദിവസം പിന്നിട്ടിരിക്കുന്നു. 12ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു രക്ഷാപ്രവർത്തനം. 16-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. 16-ാം തീയതിയാണ് അപകടത്തിൽ ഈ ലോറി അടക്കം, അർജുൻ ഓടിച്ചിരുന്ന ലോറി, ഭാരത് ബെൻസിൻ്റെ ലോറി അടക്കം വെള്ളത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം റഡാറിൽ വീണ്ടും ഒരു സ്ഥലത്തു കൂടി ലോറിയുടെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യത്തിൽ ലോറി തെന്നി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, വെള്ളത്തിൽ നിന്ന് ഒലിച്ച് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എന്തായാലും ഈ സംഘത്തിനുണ്ട്, അതായത് ഇതിൻ്റെ വിദഗ്ധ സംഘത്തിനുണ്ട്. കാരണം ആദ്യം സിഗ്നൽ കിട്ടിയ സ്ഥലത്തു നിന്നല്ല, ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കൂടി സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ മണ്ണ് കൂമ്പാരമായി നിൽക്കുന്ന പുഴ, ഗംഗാവാലി പുഴയുടെ മറ്റൊരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. എന്തായാലും പിന്നെ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും എല്ലാം കൂടെ കുത്തിയൊലിച്ച് വന്നിരിക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു കൂമ്പാരം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്തിനോട് ചേർന്ന് തന്നെയാണ് ലോറി ഇപ്പോഴും ഉള്ളത്. ലോറി വേർപെട്ട നിലയിലുണ്ട്. എഞ്ചിനും അതുപോലെ തന്നെ ക്യാബിനും എല്ലാം തന്നെ വേർപെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്നൊരു വിവരം. എന്തായാലും ലോറിക്ക് അരികിൽ തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തന സംഘം എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തകരെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. ലോറി കണ്ടെത്തും, ലോറി പുറത്തെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും മഴ വലിയ തോതിൽ തന്നെ വില്ലനാവുന്നുണ്ട്. മഴ കുറയാതെ ഇനിയൊരു രക്ഷാപ്രവർത്തനം നടക്കുമോ എന്നുള്ളതാണ്. അതിന് പകരമാണിപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തുകയും അതിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതിനാവശ്യമായ ചങ്ങാടം ഗോവയിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനൊരു ശ്രമം നടക്കും. പക്ഷേ അപ്പോഴും മഴ ശക്തമായി വലിയ മഴയുണ്ടെങ്കിൽ ഇതും സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ അധികൃതർക്ക് സംശയമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ദൗത്യം ഇപ്പോഴും ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തുടരും. മന്ത്രി ഉൾപ്പെടെ, മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്, അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA ഉണ്ട്, തിരുവമ്പാടി MLA ഉണ്ട്, MK രാഘവൻ MP, അഭിജിത്ത്, വലിയൊരു സംഘം തന്നെ എന്തായാലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായ വലിയൊരു സംഘം തന്നെ ഇവിടെയുണ്ട്. അവരിതിനെല്ലാത്തിനും മേൽനോട്ടം വഹിച്ചുകൊണ്ടും കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടും ഒപ്പം തന്നെയുണ്ട്. മാത്രമല്ല ഈ തുടക്കം മുതൽ തന്നെ ഇതിന് രക്ഷാപ്രവർത്തനത്തിനൊപ്പം നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണ സെയിൽ സ്ഥലം MLA ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ഹരിപ്രിയ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ അതിരാവിലെ എന്തായാലും ഇത് നടക്കില്ല. പക്ഷേ ഡൈവിംഗ് എന്തായാലും തൽക്കാലത്തേക്ക് നടക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരു 8:30 കൂടി തന്നെ ഈ ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, അല്ലെങ്കിൽ ലോറിക്ക് അരികിലേക്ക് എത്താനുള്ളൊരു ശ്രമമായിരിക്കും ദൗത്യ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. അത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്തിച്ചുകൊണ്ടടക്കം രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ദൗത്യം തുടരുവാനാണ് ഇപ്പോൾ ദൗത്യസംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും എത്രത്തോളം ഫലം കാണും എന്നതിൽ വ്യക്തതയില്ല. ഷിരൂരിൽ നിന്ന് ആണ് ഇപ്പോൾ വിനേഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിനേഷിലേക്ക് എത്താം. ഒപ്പം അശ്വതി കൂടി ചേരുന്നുണ്ട്. അശ്വതി കുടുംബത്തിൽ നിന്നാണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസവും അശ്വതി ആ കുടുംബത്തിൻ്റെ വേദനകൾ, അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തതാണ്. പ്രദേശവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവൻ ആയിരുന്നു അർജുൻ എന്നതായിരുന്നു എല്ലാവരുടെയും പ്രതികരണം. പ്രത്യേകിച്ച് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ അടക്കം മുന്നിൽ നിന്ന ആൾ കൂടിയാണ് അർജുൻ. ആ അർജുനു വേണ്ടിയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് എന്നത് പ്രദേശവാസികളുടെ നൊമ്പരം ഇരട്ടിയാക്കുന്നുണ്ട്. അശ്വതിയിലേക്ക് എത്താം. വിനേഷ്, ഈ സൂചിപ്പിച്ച പോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള മറ്റു മാർഗങ്ങൾ തിരയുന്നു. അതിന് കാരണം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് അല്ലെങ്കിൽ ഡൈവിംഗ് സംഘത്തിന് പരിശോധന നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. പക്ഷേ ഇത്രമേൽ ഒഴുക്ക് നേരത്തെ വിനേഷ് തന്നെ സൂചിപ്പിച്ചു. അതായത് ഈ 5 നോട്ട്സിനൊക്കെ മുകളിൽ ആണ്. അതായത് മണിക്കൂറിൽ 10 കിലോമീറ്റർ വേഗതയിൽ ഉള്ള ഒഴുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി അതിനെ പറയാൻ സാധിക്കും. അത് ഏതാണ്ടൊരു 6 കിലോമീറ്റർ മണിക്കൂറിൽ എന്ന നിലയിലേക്ക് ഒഴുക്ക് കുറഞ്ഞാൽ പോലും പരിശോധന നടത്താൻ ഒരുക്കമാണ് ഡൈവിംഗ് സംഘം എന്നുള്ളതാണ്. അതുപോലും പോസിബിൾ അല്ല. അതായത് 3.5 നോട്ട്സ് എന്നതിലേക്ക് ഒഴുക്ക് കുറയേണ്ടതുണ്ട്. പക്ഷേ 8 നോട്ട്സ് വരെ എന്നതൊക്കെ
ഒരു കാരണവശാലും ഡൈവിങ്ങിന് പറ്റാത്ത സാഹചര്യം എന്നാണല്ലോ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്തിച്ചാൽ പോലും അത് വിജയിക്കുമോ എന്നതിൽ ഉറപ്പ് പറയാൻ സാധിക്കില്ല അല്ലേ? അഭിലാഷ്, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ട് തിരയാൻ ശ്രമിച്ചാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കാരണം ഇടവിടാതെയുള്ള മഴയാണ് ഒരു വലിയ വില്ലനായി അവശേഷിക്കുന്നത്, മഴയാണ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ദൗത്യ സംഘത്തിന് തന്നെ സംശയമുണ്ട്. കാരണം ഡൈവിംഗ് എന്തായാലും നടക്കില്ല. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ 6 നോട്ട്സിൻ്റെയും 8 നോട്ട്സിൻ്റെയും ഇടയിൽ വെള്ളത്തിൽ ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ മറികടന്നുകൊണ്ട് എന്തായാലും മുങ്ങാൻ കഴിയില്ല എന്നുള്ള, ഡൈവിംഗ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ദൗത്യ സംഘം പറയുന്നത്. നേവിയിൽ നിന്നുള്ള സംഘം ഇതിൽ നിന്ന് പരിശീലനം സിദ്ധിച്ചവരാണ്. അവർക്ക് കൃത്യമായി ഇതിൻ്റെ പുഴയുടെ ഒഴുക്കും മറ്റു കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നവരാണ്. അതിൽ ഒരു 3 നോട്ട്സ് മാത്രം നീരൊഴുക്ക്, അതായത് നീരൊഴുക്ക് ഒരു 3 നോട്ട്സായി കുറയേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് കഴിയുള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് നടക്കുമോ എന്ന് കണ്ടറിയണം. കാരണം മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ നിൽക്കേണ്ടതുണ്ട്. മഴ എന്തായാലും 2 ദിവസം പൂർണ്ണമായും മഴ മാറി നിൽക്കണം. ഒരു ദിവസം പൂർണ്ണമായി മാറി നിന്നാൽ പോലും ഒരു പക്ഷേ സാധിക്കും. എന്തായാലും 1-2 ദിവസം മഴ മാറി നിന്നാൽ മാത്രമായിരിക്കും ഇതിനൊരു സാധ്യതയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രായോഗികമായി ഇത് കഴിയില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ളത് എന്തായാലും ആ ഒരു പരീക്ഷണമായിരിക്കും ഇന്നുണ്ടാവുക. അതുകൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് 1-2 ദിവസം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും. മഴ കുറയുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നമ്മളുടെ ടെക്നോളജി, പരമാവധി സംവിധാനങ്ങൾ, പരമാവധി ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തെരച്ചിലും അതുപോലെ തന്നെ ഇത് കണ്ടെത്താനുള്ള ശ്രമവും എന്തായാലും ഉണ്ടാവും. ലോറി കണ്ടെത്തിയിട്ടുണ്ട്. ലോറിക്കരികിൽ നമ്മളുടെ ദൗത്യ സംഘം എത്തിയതുമാണ്. പക്ഷേ ആ ലോറി പുറത്തെടുക്കണമെങ്കിൽ ഇങ്ങനെ കുറേ തടസ്സങ്ങളുണ്ട്. കാരണം പ്രധാനമായും ഡൈവിംഗ് നടത്താൻ കഴിയില്ല. ഈ ലോറി ഹുക്കിട്ട് വലിക്കണമെങ്കിൽ ഇത് ഡൈവിംഗ് ചെയ്ത് ഇതിന് താഴോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ അതിന് ശേഷമായിരിക്കും ഇത് എത്തുകയുള്ളൂ. ലോറി ഇപ്പോൾ എങ്ങനെയാണ്, ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിട്ടാണോ, അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ, ആ തകർന്ന ഗ്ലാസ്സിലൂടെ ആൾ പുറത്തേക്ക് പോയിട്ടുണ്ടോ, പുഴയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ദൗത്യ സംഘത്തിനുണ്ട്. കാരണം അത്രയും വലിയ ഒരു അപകടമാണ്, അത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആഘാതത്തിൽ ആ പുഴയിലേക്ക് തെന്നിമാറിയ ഒലിച്ചിറങ്ങിയ ആ ലോറിക്കകത്ത്, അതിൻ്റെ ക്യാബിനകത്ത് അങ്ങനെ ഒരാളുണ്ടാവുമോ, അല്ലെങ്കിൽ അത് ഗ്ലാസ് എല്ലാം തകരുന്ന സമയത്ത്, കാരണം എന്തായാലും ക്യാബിൻ തകർന്നിട്ടുണ്ടാവും, ഈ ഒരു നിലവിലുള്ള ഒരു അവസ്ഥയിലായിരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ആളുണ്ടാവുമോ എന്നുള്ള ഒരു സംശയമൊക്കെ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും ലോറി കണ്ടെത്തുക, ലോറിയിൽ അർജുൻ ഇല്ല എങ്കിൽ അത് അപ്പോഴായിരിക്കും വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടാകുക. പിന്നീട് ഒരു പക്ഷേ ഇനിയൊരു വലിയ തിരച്ചിലിനൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ കഴിയില്ല. കാരണം കരയിൽ പൂർണ്ണമായും തെരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പുഴയിലേക്കൊരു തെരച്ചിൽ, ഈ ലോറി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. ലോറിയിൽ അർജുൻ ഇല്ല എങ്കിൽ അത് പിന്നെ ഒരു തെരച്ചിൽ എന്തായാലും പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ ഗംഗാവലി പുഴ കടലിലാണ് ചേരുന്നത്. ഇവിടെ നിന്ന് കുറച്ച് അകലെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അഴിമുഖമുണ്ട്. എന്തായാലും കടലിൽ നിന്ന് നമുക്കറിയാം, ഈ പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവമുണ്ടായിരുന്നു. വലിയ ഒഴുക്കുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 നോട്ട്സ് എല്ലാം തന്നെ അടിയൊഴുക്കുള്ള ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പുഴയിലേക്കാണ് അർജുൻ പോയതെങ്കിൽ പിന്നെ അതിനകത്ത് ചിന്തിക്കാൻ വേറൊന്നുമില്ല എന്ന് തന്നെയാണ് ദൗത്യസംഘം പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയും മണിക്കൂറുകളുണ്ട്. ഒരു ശുഭവാർത്ത, അല്ലെങ്കിൽ ആ ലോറി പുറത്തെടുത്തു എന്നുള്ളൊരു വാർത്തയിലേക്ക് നമുക്ക് വരേണ്ടി വരും. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അഭിലാഷ്, തീർച്ചയായും ലോറി പുറത്തെടുക്കുക തന്നെ ചെയ്യും ദൗത്യ സംഘം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. അപ്പോഴും അർജുൻ ആ ലോറിയിൽ ഉണ്ടാകുമോ എന്നതിൽ ഒക്കെ വ്യക്തത കൈവരേണ്ടതാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഷിരൂരിലെ കരഭാഗത്ത് ഉള്ള മണ്ണ് മാറ്റി പരിശോധന നടത്തുന്നത്. ഇത്തരത്തിലുള്ള പരിശോധന കൂടി ഇടവേളകളില്ലാതെ തുടരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഈ പരിശോധന നടക്കുന്നത്. ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി പരിശോധിക്കുന്നു. നേരത്തെ അടക്കം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ, കുറച്ചുകൂടി ആഴത്തിൽ പരിശോധനകൾ നടത്താൻ പറ്റുന്ന ബൂം എക്സ്കവേറ്ററുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മണ്ണ് പുഴയിലേക്ക് പതിച്ച പ്രദേശം, അങ്ങനെ മണ്ണും പുഴയും ചേരുന്ന ഭാഗത്ത് അടക്കമൊക്കെ സുരക്ഷിതമായി പരിശോധിക്കാൻ സാധിക്കുന്ന ഏതാണ്ട് 80 അടി വരെയൊക്കെ താഴ്ചയിൽ മണ്ണ് ഇളക്കി മാറ്റി പരിശോധിക്കാൻ സാധിക്കുന്ന ബൂം എക്സ്കവേറ്ററുകൾ ആണ് ഇപ്പോൾ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ കരഭാഗത്ത് അർജുൻ ഉണ്ടാകുമോ എന്ന സംശയം ഇപ്പോഴുമുണ്ട്. പുഴയിൽ ലോറി കണ്ടെത്തി എന്ന് പറയുമ്പോൾ തന്നെ, ലോറി സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ലോറിയിൽ അർജുൻ ഉണ്ടാകുമോ? ലോറിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഒപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്, അതിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ പൊസിഷൻ മാറിയാൽ അല്ലെങ്കിൽ മണ്ണ് കൂടുതൽ ഒലിച്ചു പോയാൽ, ഒരുപക്ഷെ ഈ ലോറി മണ്ണിൽ ആണ് തടഞ്ഞു നിൽക്കുന്നതെങ്കിൽ ലോറിയുടെ പൊസിഷനും ഒക്കെ മാറാം. പൊതുവെ ലോറിയിൽ കെട്ടിയിരുന്ന തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്ന അനുമാനത്തിലേക്കാണ് ഈ തെരച്ചിൽ സംഘം എത്തിയിട്ടുള്ളത്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൽ കയറ്റിയിരുന്ന തടിയുടെ ഭാഗങ്ങൾ, തടിക്കഷ്ണങ്ങളൊക്കെ കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സാധ്യതകൾ പലതാണ്.